ഹലോ, ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് റിട്ടേൺ ഓഫ് ദ സെറ്റ് എന്ന് പറഞ്ഞ മാനുവയാണ്. ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലം ബ്ലോസം സോഡ്സൈൻ്റായ ഷൂമിയു വലിയ ഡീമൺ വാറിൽ മരിച്ച ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം റീഇൻകാർണേറ്റ് ചെയ്യുകയാണ് ഒരു ബെഗറായിട്ട്. അവിടുന്ന് എങ്ങനെ പുള്ളി പവർഫുൾ ആവുകയോ മരിക്കുകയോ എന്നൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ സ്റ്റോറി. ആദ്യം കാണിക്കുന്നത് ഒരു യുദ്ധക്കളമാണ്. അവിടെ നമ്മുടെ MC ആണെങ്കിൽ കൈയൊക്കെ മുറിഞ്ഞ് മുറിവുകളുമായിട്ട് ഇരിക്കുന്നു. MC പറയുന്നു, ചുവപ്പ്, എൻ്റെ കണ്ണുകളിലെല്ലാം കണ്ണു ചുവപ്പാണ്. എൻ്റെ മാസ്റ്റർ, ജൂനിയർ, സീനിയർ എല്ലാവരും മരിച്ചിരിക്കുന്നു. 20 ഡിഫറെൻറ്റ് സെറ്റും 10 ഗ്രേഡ് സെറ്റും എലൈറ്റ് മാത്രമുള്ള മിലിറ്ററി യൂണിറ്റും എല്ലാവരും മരിച്ചിരിക്കുന്നു. ഇതിനെല്ലാം കാരണം അയാളാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ശവശരീരങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു മരയുടെ മുകളിൽ ഒരാളിരിക്കുന്നു. അവനാണ് ലോകം മുഴുവൻ്റെ രക്തത്തിൽ കുളിപ്പിച്ച ഹെവലി ഡീമൺ സെറ്റിൻ്റെ ലീഡർ, ദ ഹെവലി ഡീമൺ ചൂന്മ. അപ്പം വില്ലാണ് പറയുകയാണ്, മൗൺഹുവ സെറ്റ് എത്ര കഷ്ടമായി പോയി, ഡിസിപ്പിൾ ഓഫ് മൗൺഹുവ സെറ്റ്. പതിയാണ് MC എണ്ണിക്കുന്നത്. നീ ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടു പോയായിരുന്നെങ്കിൽ നിനക്ക് എന്നെ കൊന്ന മഹത്വം പറഞ്ഞു നടക്കാമായിരുന്നു. ജസ്റ്റ് ഷട്ടപ്പ്. കുറേ പേര് എൻ്റെ നേരെ വാളുമായി വന്നിരുന്നെങ്കിലും നിന്റെ സോഡാണ് എൻ്റെ അടുത്തെത്തിയത്. അവസാനം എൻ്റെ പേര് ചൂന്ന. ഞാൻ നിന്റെ ഓപ്പോസിറ്റിൻ്റെ സോഡ്മാൻഷിപ്പിനെ ഗ്രേറ്റസ്റ്റ് ഇൻ ദ വേൾഡായി അക്നോളേജ് ചെയ്യുന്നു. അപ്പോൾ MC ആണെങ്കിൽ തൻ്റെ ശരീരത്തിൽ തറച്ചിരുന്ന വാളുകൾ വലിച്ചൂരി വില്ലിൻ്റെ അടുത്തേക്ക് ഓടുന്നു. കഷ്ടമായി പോയി. എനിക്ക് ഒരു ദിവസം കൂടെ കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ പേരിനൊത്ത് എനിക്ക് ജീവിക്കാമായിരുന്നു. പക്ഷേ ഇതും എൻ്റെ വിധിയായിരിക്കും. റിമെമ്പർ മൗൺഹുവ സെറ്റ്, ഇത് ഒരു അന്ത്യമല്ല. ഡീമൻസ് തിരിച്ചു വരും. എപ്പോൾ അത് സംഭവിക്കുന്നു അവർ ഈ ലോകം മടക്കി വരും. ആർക്കും അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഡീമൻസ്. MC ആണ് തൻ്റെ സകല ശക്തികളും ഉപയോഗിച്ച് വില്ലനെ കൊല്ലുന്നു. വില്ലിൻ്റെ തല മുറിഞ്ഞു പോകുന്നു. അവിടെ ശവശരീരങ്ങളുടെ നടുക്കൂടെ MC നടന്നു പോകുന്നു. വാറിന് മുന്നേ അടുത്തെത്തുന്നു. MC ഉദയസൂര്യനെ നോക്കി പറയുകയാണ്, ഇനി മൗൺഹുവ സെറ്റിന് എന്ത് സംഭവിക്കും? അവരുടെ എല്ലാ ഡിസിപ്ലിനും ഇവിടെ മരിച്ചു വീണിരിക്കുന്നു. ഇതൊക്കെ ആവശ്യമായിരുന്നു. ഞാൻ കുറച്ചുകൂടെ ട്രെയിനിങ്ങിൽ ഡെഡിക്കേറ്റഡ് ആയിരുന്നെങ്കിൽ എനിക്ക് ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇതെല്ലാം ഒരു മീനിങ്ലെസ് ആണ്. അങ്ങനെ MC അവിടെ മരിച്ചു വീഴുന്നു. ഇവിടെ MC പേര് പറയുകയാണ്, ദ 13th ഡിസിപ്പിൾ ഓഫ് ഗ്രേറ്റ് മൗൺഹുവ സെറ്റ്, വൺ ഓഫ് ദ 3 ഗ്രേറ്റ് സോഴ്സ്മാൻ, പ്ലം ബ്ലോസം സോഡ് സെയിന്റ് ചൂന്മ്യു. അവസാനം ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയ ചൂന്മനെ കൊന്ന ശേഷം ചൂന്മ്യു അവൻ്റെ അവസാന ശ്വാസവും എടുത്തു. അവിടെയാണെങ്കിൽ MC പാസ്റ്റ് ഓർക്കുന്നു. അവനെ മൗൺഹുവ സെറ്റിലെ LDS എടുത്ത് വളർത്തിയതും സോഡ്മാൻഷിപ്പ് പഠിപ്പിച്ചതും അവരുമായി തല്ലുണ്ടാക്കിയതും എല്ലാം MC ഓർക്കുന്നു. പെട്ടെന്ന് ആരോ ഒരാൾ തലക്കെട്ടടിക്കുന്നു. MC കാണുന്നു, ചുമ്മാ അവൻ മരിച്ചില്ലേ? ചുമ്മാ അവൻ ഉറങ്ങുമ്പോൾ എല്ലാവരും ബെഗ് ചെയ്യാൻ പോയി. നിനക്ക് എന്ത് ധൈര്യമാണ് ഇവിടെ കിടക്കാനുള്ളത്, ഉറങ്ങാനുള്ളത്? എന്താ സംഭവിക്കുന്നത്? ആരാണ് ഇവരെന്തിനാണ് എന്നെ തട്ടം ചെയ്യുന്നത്? ഇവിടെ നോക്ക് അയ്യാ, ഇവിടെ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ നീ ആ സാധനം ഇവിടെ താഴെ നോക്കി. അവൻ ആ പയ്യനാണ് അവിടെ ചിരിക്കുന്നു. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാൻ ചൂമിയു, വൺ ഓഫ് ദ പ്ലം ബ്ലോസം സോഡ് സെയിന്റ്, ബഗർ യൂണിയൻ്റെ ലീഡർ എന്നെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. പക്ഷേ ഈ ചെറിയ ചെക്കൻ. അപ്പോൾ ആ പയ്യനാണെങ്കിൽ നമ്മുടെ ഈ പയ്യൻ പറയുന്നു, നീ ഇന്ന് മരിച്ചു പോലെ. അപ്പോൾ MC അവനൊരു പാഠം പഠിപ്പിക്കുക. ആദ്യം ആ പതിയെ വരുന്ന അവൻ്റെ അടി തടഞ്ഞു നിർത്താം. എൻ്റെ കൈ പണ്ട് എന്താണ് ചെറുത്, എനിക്കത് അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ MC തലയിലേക്ക് അവനൊറ്റ അടിച്ചു. നിനക്കിപ്പോഴും മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി തരാം. അവിടേക്ക് ഒരാൾ നടന്നു വരുന്നു. ഇവൻ്റെ അടിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ അവൻ പതിയെ അങ്ങോട്ട് പരത്തി. എന്നിട്ട് അവിടെ നമ്മുടെ MC ആണ് ഒരു നദിയിൽ അവിടെ ഇരിക്കുകയാണ്, തൻ്റെ മുറിവുകളൊക്കെ നോക്കി. മൗൺഹുവ സെറ്റിൽ പോലും എന്നെ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. എന്തായാലും ഇതാരാണ് ഈ റിഫ്ലക്ഷനിൽ കാണുന്ന ഒരു ചെറിയ ഈ പയ്യൻ? എന്താണ് സംഭവിക്കുന്നത്? ഇതാണോ ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുള്ള റീഇൻകാർണേഷൻ? അവിടേക്ക് മറ്റേ നേരത്തെ വന്നുപോയ പയ്യൻ വരിക, നീ എന്നെ അടിക്കുന്നത് കണ്ടിട്ട് അങ്ങോട്ട് മാറിപ്പോയല്ലേ? നിനക്ക് എങ്ങനെയുണ്ട്? അവൻ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്, പക്ഷെ അവനിന്ന് കുറച്ചുകൂടി പോയി. ഒരു കാര്യം, രണ്ട് കാര്യം. ഞാനൊരു ബെഗറാണ്. നിന്റെ ഷർട്ട് കണ്ട അറിയത്തില്ലത് നീ ബെഗറാന്ന്. ഞാൻ എങ്ങനെയാ ഒരു ബെഗറായത്? എന്തായാലും എനിക്ക് കുറച്ച് പിടി കിട്ടി. എന്നാൽ രണ്ടാമത്തെ കാര്യം, ചൂന്മ. അവൻ ആരാന്ന് ചൂന്മാന്ന് എനിക്കറിയോ? ഞാൻ ഓർത്ത് നിനക്ക് അടി കിട്ടി ഇപ്പോൾ നോർമലായിട്ട് പെരുമാറിയത് എന്തുകൊണ്ടാണ് ആലോചിക്കുന്നത്. പക്ഷേ അതെൻ്റെ തെറ്റ്. എന്നെ ഉത്തരം പറ. എനിക്കറിയാം ചൂന്മാരാന്ന്. അവനല്ലേ മറ്റേ ഹെവലി ഡീമൺ സെറ്റിന്റെ ലീഡർ 100 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയത്. 100 വർഷം മുമ്പോ? നീ പറയുന്നത് ഇത് 100 വർഷമായോ ചൂന്മ മരിച്ചിട്ട്? 100 വർഷം? നീ എന്താ ചെയ്യുന്നത്? നീ സത്യമാണ് പറയുന്നത്? എന്നോട് കള്ളം വേണ്ട. എനിക്കെന്തിനാ? 100 വർഷമായല്ലേ? 100 വർഷമായോ ഞാൻ മരിച്ചിട്ട്? അവർക്ക് എന്നെ റീഇൻകാർണേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ മരിച്ച
കുറച്ച് ഉടനെ പോരായിരുന്നു. എന്തിനാണ് 100 വർഷം കഴിഞ്ഞിട്ട്? മൗണ്ട് ഹുവ സെറ്റിന് എന്താ സംഭവിച്ചു? മൗണ്ട് ഹുവ സെറ്റ് അതെന്താ? നീ ഒരു ബെഗറല്ലേ? അതെ. അപ്പൊ നീ ബെഗേഴ്സ് യൂണിയന്റെ പാർട്ടല്ലേ? അപ്പൊ നിനക്കറിയത്തില്ലേ 1 ഓഫ് ദ 10 ഗ്രേറ്റ് സെറ്റിലെ മൗണ്ട് ഹുവ സെറ്റ്? നീ എന്താ പറയുന്നേ? 10 ഗ്രേറ്റ് സെറ്റിലെ മൗണ്ട് ഹുവ സെറ്റ് ഒന്നുമില്ല. മൗണ്ട് ഹുവ സെറ്റ് 10 ഗ്രേറ്റ് സെറ്റ് ഇല്ലെന്നോ? അതെങ്ങനെ സംഭവിക്കും? സദേൺ ഐലൻഡ് സെറ്റ് അവർ വരെയുണ്ട്. അപ്പോൾ മൗണ്ട് ഹുവ സെറ്റ് ഇല്ലെന്നോ? അതെങ്ങനെ സംഭവിക്കും? മൗണ്ട് ഹുവ സെറ്റ് ഓർമ്മ ഞാൻ മൗണ്ട് ഹുവ സെറ്റിനെ പറ്റി എവിടെയോ കേട്ട പോലെ. അവര് മറ്റേ ഷാൻസി പ്രൊവിൻസ് മാപ്പില് ഉണ്ടെന്നോ? ഷാൻസി പ്രൊവിൻസോ? ശരിയാ. അവരിപ്പോ ഷാൻസി മാപ്പിന്റെ അവിടെ എവിടെയും ആയിരിക്കും. നിനക്ക് എന്തെങ്കിലും അറിയോ? എനിക്ക് അവര് 10 ഗ്രേറ്റ് സെറ്റിന്റെ പാർട്ടാണെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ കൃത്യമായിട്ട് എനിക്ക് അറിയുവാണെങ്കിൽ അവരിപ്പം തകർന്നു പോയിരിക്കും. മൗണ്ട് സെറ്റ് തകർന്നോ? അവരാണ് ലോകത്തിലെ തന്നെ 3 സെറ്റുകളിലെ ഏറ്റവും പവർഫുൾ ആയത്. ഞാൻ അത് വിശ്വസിക്കില്ല. എന്റെ കണ്ണുകളിൽ കൂടെ തന്നെ എനിക്ക് അത് ചെക്ക് ചെയ്യണം. ഞാൻ മൗണ്ട് സെറ്റിലേക്ക് പോകണം. മറ്റവനാണ് അവനെ സംശയത്തോട് നോക്കിയിട്ട് ഇപ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ കയ്യിൽ അടി കിട്ടുന്നുണ്ടെങ്കിൽ നീ ബെഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നിന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാം. നീ അത് ആൻസർ പറ. ഫസ്റ്റ്, ഈ ബോഡി ഇതിന്റെ പേരെന്താണ്? നീ ചൂൻസൺ, അങ്ങനെയാണ് നിന്നെ എല്ലാവരും വിളിക്കുന്നത്. അതൊരു ബേക്കർ ലൈക്ക് നെയിമും. പിന്നെ ഏജ്? ബേക്കറിന് എങ്ങനെയാണ് ഏജ്? നിനക്കറിയില്ല, കുഴപ്പമില്ല. നിന്റെ പേരെന്ന് പറഞ്ഞേ. പിന്നെ എന്നെ അടിച്ച അവന്റെ പേരും നീ ഒന്നും ഓർക്കുന്നില്ലേ? എന്റെ പേര് കൂ ചിൽ. നിന്നെ അടിച്ചവന്റെ പേര് കൂ പാൽ. നമ്മളവനെ വാങ്ങിച്ചോന്ന് വിളിക്കും. ലിസൺ കെയർഫുള്ളി. ഞാൻ സഹായം 2 മടങ്ങും പക 10 മടങ്ങുമായിട്ട് വെച്ചാൽ റിമെമ്പർ ഈ പേര് ചൂമിയോ. നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നീ ചെയ്ത ഈ സഹായത്തിന് പകരുന്നില്ല. എന്തായാലും MC പെട്ടെന്ന് അതൊന്ന് പോകുന്നു. പക്ഷെ അതുപോലെ തന്നെ പെട്ടെന്ന് തിരിച്ചു. മൗണ്ട് സെറ്റിലേക്കുള്ള വഴി ഏതാണ്? ഞാൻ അവിടെ അങ്ങോട്ടേക്ക് ഓടിപ്പോകാം. എൻ്റെ പാസ്റ്റ് ലൈഫാണെങ്കിലും ഞാൻ അങ്ങനെ കുതിരയിലോ ഒന്നും പോകാറില്ല. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കും. MC പെട്ടെന്ന് അവിടെ വീഴുന്നു. ഈ ബോഡി അത്ര ഫിറ്റൊന്നുമില്ല. കുറച്ച് ഓടിയപ്പോൾ തന്നെ ഞാൻ മടുത്ത് വീണു. ഷാൻസി പോയിലേക്ക് ഈ ബോഡി വെച്ച് ഞാൻ എങ്ങനെ എത്തും? ഇങ്ങനെയാണെങ്കിൽ പോകുന്ന വഴിക്ക് തന്നെ ഞാൻ മരിച്ചു. ഇനിയുള്ള ഒരു വഴി ഞാൻ മാർഷൽ ആർട്ട് ട്രെയിൻ ചെയ്യണം. മറ്റുള്ളവർക്ക് അറിയത്തില്ല ഇത് എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. പക്ഷേ എനിക്കറിയാം. മാർഷൽ ആർട്സ് തന്നെ സ്ട്രോങ് ആയ ഒരു റിഗ്രറ്റാണ് അവർക്ക് ഫണ്ടമെന്റൽസ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അവരുടെ സീനിയേഴ്സ് അവരെ ഉപദേശിക്കുന്നതൊന്നും കാര്യമായിട്ട് എടുക്കാത്തതും അവരൊക്കെ അതെ കണ്ടുപിടിക്കും ചെയ്യുന്നു. പക്ഷെ എനിക്കിതെന്തായാലും ആദ്യം തൊട്ട് ഒന്നുകൂടെ ചെയ്യാം. ആദ്യം ഒരു പ്ലേസ് കണ്ടുപിടിക്കാം. മറ്റുള്ള ആർക്കും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഇത് കുഴപ്പമില്ല. അവിടെ MC ഇരിക്കുന്നു. എന്തായാലും ആദ്യം ഞാൻ എന്താണ് പഠിക്കേണ്ടത്? എന്റെ മനസ്സിൽ കുറെ അധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർഷൽ ആർട്സും ടെക്നിക്കും ഉണ്ട്. എന്റെ മനസ്സിൽ തന്നെ മൗണ്ട് സെറ്റിന്റെയും അല്ലാതെയുമായിട്ടുള്ള കുറെ അധികം ടെക്നിക്സ് ഉണ്ട്. അതിനെ ഫസ്റ്റ് ലേൺ ചെയ്യാൻ പോകുന്നത് ഈ കെലിബറിയം ആണ്. എന്ത് മാർഷൽ ആർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോഡയിലൊക്കെ ആൾക്കാര് ഇരിക്കുന്ന ലോ ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള ഒരു മാർഷൽ ആർട്സ്. ഇത് പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇതൊരു ചീഫ് ടെക്നിക്കല്ല. ഇതാണ് മൗണ്ട് സെറ്റിൽ ചേരുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന ടെക്നിക്സിലൊന്ന്. ഈക്വലിബ്രിയം ഫസ്റ്റ് എനർജി ഒന്നും ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ബോഡിനെ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യും. അതർവൈസ് ഒരു ഫണ്ടമെന്റൽ ടെക്നിക്കാണ്. ഇതിനെ ധൃതി കൂട്ടണ്ട. ഇതിനെ പെട്ടെന്ന് ധൃതി ഒന്നും കൂട്ടണ്ട. ആദ്യം ഇതിനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. ടവർ ഓഫ് ഇന്നർ ബോഡി സ്ട്രെങ്ത്തിന്. ഞാൻ ഉറപ്പായും സറൗണ്ടിൽ നിന്ന് അബ്സർവ് ചെയ്യുന്ന എനർജി ക്ലീൻ ചെയ്യണം. അങ്ങനെ MC ആണെങ്കിൽ പതിയെ എനർജി ഉള്ളിലേക്ക് അബ്സോർവ് ചെയ്യാൻ എല്ലാ ഇമ്പ്യൂർ എനർജിയും ക്ലീൻ ചെയ്യണം. ആ ക്ലീൻ ചെയ്ത എല്ലാ എനർജിയും എന്റെ ശരീരത്തിലെ ഡാൻഡൈനിലേക്ക് സ്റ്റോർ ചെയ്യണം. ചെയ്തു. ഈ ഡാൻഡൈനാണ് എന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഫൗണ്ടേഷൻ. ഇതിപ്പോ ചെറിയൊരു എനർജിയാണ്, ഒരു സ്നോ ബോളിന്റെ അത്ര. പക്ഷെ ഇത് പതിയെ വലുതാവും. ഇവിടെ MC അവിടെ നിന്ന് പതിയെ എണിക്കുന്നു. പ്രതീക്ഷിക്കാതെ MC ആണെങ്കിൽ പെട്ടെന്ന് അവിടെ താഴേക്ക് വീഴുന്നു. റൈറ്റ്, ഞാൻ എല്ലാ എനർജിയും എന്റെ യൂസ് ചെയ്തിരിക്കുന്നു ഈ ടെക്നിക്ക് പഠിക്കാൻ നേരം. ഡാമിറ്റ്, ഈ കെലിബറിയം ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. ഞാൻ എന്റെ ബോഡി എപ്പോഴാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ MC ആണെ മനസ്സിലോർക്കുന്നു. തന്റെ സീനിയർ വന്നിട്ട് നീ നിന്റെ ബുദ്ധി ഉപയോഗിക്കാൻ ഒന്നും മറന്നുപോയി. അപ്പോൾ MC ഗോ എവേ സാബിയോ, നീ എന്നെ ദേഷ്യപ്പെടുത്തുന്നു. അപ്പോൾ MC ദേഷ്യത്തോടെ, ഞാൻ ഇനി എങ്ങനെയാണ് സെറ്റിലേക്ക് എത്തുന്നത്? ഇങ്ങനെയാണെങ്കിൽ കാണിക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടെ ഒരാളാണെങ്കിൽ ഭിത്തി ചാരിയിരിക്കുന്നു. അവന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ബ്രദർ എന്താ? അവിടെ ഒരു പുതിയ ബെഗറുണ്ട്. അവൻ നമ്മുടെ ജോലിയെല്ലാം തടസ്സപ്പെടുത്തുന്നു, പൈസ ഉണ്ടാക്കുന്നത്. അവനെ കണ്ടാൽ തന്നെ ഒരു പാവച്ചക്കനാണ് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അവന് പൈസ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവനൊരു പാഠം പഠിപ്പിക്കണം. അതെ, അവിടെയാണ് ബ്രദർ. അവനാണ്. എടാ ചെറിയ പയ്യ, നീ പൊട്ടനാണോ? നീ എന്നോടോ സംസാരിക്കുന്നേ? നീ എന്നോട് ഒരു ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നോ? എനിക്ക് ആരുടെ പെർമിഷനാണ് ഇവിടെ ബെഗ് ചെയ്യാൻ കിട്ടിയെന്ന് അറിയത്തില്ല. പക്ഷേ നീ ചെറിയ പയ്യനായതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ ഈ സമയം കൊണ്ട് കിട്ടിയതെല്ലാം അവിടെ വെച്ചിട്ടോ. MC താഴേക്ക് അവന്റെ കയ്യിലേക്ക് നോക്കിയിട്ട്, നിനക്കൊന്നും നാളില്ലേ ഒരാൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കാൻ? നീ ആരാ? ഞങ്ങളെ ഇങ്ങനെ പറയാൻ നീ ആരാണ്? MC പതിയെ എണീറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നു. എൻ്റെ ഡാൻഡിന് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ ഇത്രയൊക്കെ മതിയാവും. ഈ ബോഡി എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇതല്പം മെനക്കേടാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എൻ്റെ അടുത്തേക്ക് വാ. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വീക്കാണ്. അപ്പോൾ എനിക്ക് അത്ര ബലമായിട്ട് അടിക്കാനൊന്നും പറ്റില്ല.
അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റവനാണെങ്കിൽ അവനെ ഭയങ്കര ദേഷ്യമായിട്ട് അവനെ പോയി കൊല്ലാൻ പറയും. യെസ്, ഫസ്റ്റ് എന്നിട്ട് അവനെ നേരെയാണ് അടിക്കാൻ ചെയ്യും. എംസി കൂളായിട്ട് അങ്ങോട്ടും തലേന്ന് ചിരിച്ച് അത് മാറിക്കൊടുക്കുന്നു. പിന്നെ അടുത്ത അടി വരുന്നു എംസി. എന്നിട്ട് എംസി ആണെങ്കിൽ അവൻ്റെ മുഖത്തിൻ്റെ എല്ലാവർക്കും കൊടുത്തു. അവനവിടെ പോയി മാറി വീഴുന്നു. ഞാൻ പ്ലം ബ്ലോസം സൗത്ത് സെയിൻറ്റ് ഓഫ് ദ ഗ്രേറ്റ് മൺഹുവസെറ്റ്. എന്നിട്ട് എംസി അവരെ ഫുള്ളെല്ലാം അടിച്ചൊതുക്കുന്നു. ചീഫ്, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എന്തിനാണ് എന്നെ പോലും ഒരു ബെഗറിനെ ചീഫ് എന്ന് വിളിക്കുന്നത്? പിന്നെ ചീഫ് ബെഗർ, എന്നെ ബെഗർ എന്ന് തന്നെ വിളിച്ചോ. എന്നോട് ക്ഷമിക്കണം. എന്തായാലും നിങ്ങൾക്ക് ഷാൻസിയിലേക്ക് പോകാനുള്ള എളുപ്പമല്ലേ അറിയോ? ഷാൻസി പ്രൊവിൻസിലേക്കോ? ഷാൻസി പ്രൊവിൻസ്. അപ്പോഴാണ് മറ്റവന്മാരെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. അപ്പോൾ അവന്മാർ പറയുന്നു, ബെഗേഴ്സ് ആയിട്ടുള്ള ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ ഇതൊക്കെ? എംസി അവരോട് ഒപ്പം ചിരിക്കുന്നു. എന്നിട്ട് അവൻ്റെ കഴുത്തിൻ്റെ പിടിച്ച് പറയുന്നു, ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വേണം, നിങ്ങൾക്ക് മരിക്കണ്ടെങ്കിൽ. ഇനി വിളിക്കോ? യെസ് സാർ. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ മൺഹുവസെറ്റാണ്. അവിടെ നമ്മുടെ സെക്ട് ലീഡർ ആണെങ്കിൽ പ്ലംബ്ലോംസൊക്കെ നോക്കി നിൽക്കുന്നു. സെക്ട് ലീഡർ, ഇത് യുവാൻ ആണ്. നീ കയറി വരൂ യുവാൻ. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷേ ഒരു കുട്ടിയാണ് നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നു, ഒരു ചൈൽഡോ. അപ്പോൾ നമ്മുടെ എംസി, ഹലോ സെക്ട് ലീഡർ, എൻ്റെ പേര് ചോമ്യോ, എനിക്ക് മൺഹുവസെറ്റിൽ ജോയിൻ ചെയ്യണം.